തോട്ട് ബേസ് നിങ്ങളെ ഭ്രാന്താന്ന് പറയരുത്. ഞാൻ ഈ പ്ലാനറ്റിന് മുകളിലാണ് എന്റെ തോട്ട് ബേസ് പോകുന്നത്. മറ്റുള്ള നക്ഷത്രങ്ങൾ, ലോകം, മിൽക്കി വേ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഭദ്രകാളിയുടെ മണ്ണിലല്ലേ ഇരിക്കുന്നത്? ഭദ്രകാളിയെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നാക്കൊക്കെ നീട്ടിയിട്ടുള്ളല്ല. മനുഷ്യക്കാലത്തിലെ അവർ വന്ന് ഇന്റർവ്യൂ തന്നെ എനിക്ക് പ്രേതത്തെയും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടേ. ആ കാവിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ യക്ഷിയമ്മയ്ക്ക് 2 പനയുണ്ട്. അപ്പൊ മൂളലോട് ഉണ്ട്. പിന്നെ ഇല്ല, കേൾക്കാതെയാണ്. 27 വയസ്സിൽ ബ്രഹ്മചാരിയായതാ ഞാൻ, 2 കുട്ടികളായതിനു ശേഷം. പിന്നെ അല്ലാതെ എങ്ങനെ പോവാന്? ഒറ്റയ്ക്കിരിക്കുന്നത് ഞാൻ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു. മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ സമാജത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകളല്ലേ ഇപ്പോഴും. അപ്പൊ എസ്പെഷ്യലി നമുക്ക് എല്ലാവർക്കും ധനസമൃദ്ധി ഉണ്ടാകണം, സ്വസ്ഥത ഉണ്ടാകണം. ഇതൊക്കെയാണ്, അതാണ് എന്റെ ചിന്താതരങ്ങള്. അതിന് ഞാനൊരു ഉപായം കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ലാ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ നിങ്ങൾ പറയുന്നത് പോലെ സ്ത്രീ ജനങ്ങളാണല്ലോ നമ്മുടെ കുടുംബത്തിന്റെ പ്രധാന കണ്ണികള്. അപ്പൊ അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞാനിപ്പോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് മക്കളും കൊച്ചുമക്കളും ഡോക്ടർമാരാണ്, വൈദികന്മാരാണ് ഒക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന എന്റെ നിയോഗം ഇതാണ്. എനിക്ക് നിയോഗം തന്നത് ഈ ഗുരുവാണ്. 700 വർഷത്തിലധികം ഭൂമിയിൽ ജീവിച്ചിരുന്ന പ്രഭാകര സിദ്ധിയോഗി എന്ന് പറയുന്ന മഹർഷിയുടെ ഏക ശിഷ്യയാണ് ഞാൻ. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇല്ല, ഞാൻ KSEB ഓഫീസറായിട്ടിരുന്നല്ലേ, ഞാൻ പലയിടത്തും ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്നല്ലേ. അപ്പൊ അതേ സമയത്ത് എനിക്ക് ആ കാര്യം നല്ല പോലെ തന്നെ അറിയാം. എനിക്ക് എന്നെ മാനേജ് ചെയ്യാനുള്ള ഈ യോഗി അമ്മയുടെ ഉള്ളിൽ വരുവാണ്. ഈ യോഗിയുടെ പേരെന്തോ? യോഗി നമുക്ക് അങ്ങനെ ഉള്ളി വരും എന്ന് പറയുമ്പം തുള്ളല് അത് ഇതൊക്കെയാണ്. അതൊന്നും അല്ലല്ലോ. ആ ഉള്ളിൽ വരിക എന്നല്ല, നമ്മുടേതായിരിക്കുന്ന തപസ്സുകൊണ്ട് മഹായോഗികളെ നമുക്കിപ്പൊ എന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് കിട്ടിയത് നിങ്ങളുടെ തോട്ട് വേവ്സാ. അതുപോലെ എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതം ഉണ്ടോ, എന്താണ് ഈ കർമ്മബന്ധം, കാസ് ആൻഡ് ഇഫക്റ്റ് തിയറി, ഇതൊക്കെയാണ് ഞാൻ ചിന്തിച്ചത് വളരെ ബാല്യത്തിൽ. അപ്പൊ എനിക്ക് അദ്ദേഹത്തിനെ കിട്ടി. അദ്ദേഹം പുനർജന്മം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിട്ട് അവതരിച്ച യോഗിയാണ്. അയ്യോ, അദ്ദേഹം മരിച്ചുപോയി. പണ്ട് 27 വയസ്സിൽ ബ്രഹ്മചാരിയായതാ ഞാൻ, 2 കുട്ടികളായതിനു ശേഷം. അതിനൊക്കെ വേറെ കാരണമുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചത് എന്താ, എന്നെ കുറിച്ചല്ല ചിന്തിച്ചത്. ഞാൻ ഹൈഫൈ ഫാമിലി, ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ ഫാമിലിയാ. എന്റെ ഇപ്പോഴത്തെ വിഷയം ഞാൻ പറയാം. മനുഷ്യൻ അവന്റെ അജ്ഞത കൊണ്ട് മാത്രമാണ് അവൻ ഈ കഷ്ടപ്പെടുന്നത്. അവന്റെ ആ അജ്ഞത മാറ്റാനുള്ള ആ ഒരു ഇതാണ് ഞാൻ എന്റെ തീസിസ്. അതിൽ പ്രധാന കാരണം ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ തോട്ട് വേവ്സ് ആണ്. ഞാനൊന്നുമല്ല, എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. ഭൂമിയെ കുറിച്ച് ഞാൻ വിട്ടിരിക്കുകയാണ്. ഇത് ഞാനിപ്പോ എന്റെ തോട്ട് വേവ്സ് നിങ്ങളെ ഭ്രാന്താന്ന് പറയരുത്. ഞാൻ ഈ പ്ലാനറ്റിന് മുകളിലാണ് എന്റെ തോട്ട് വേവ്സ് പോകുന്നത്. മറ്റുള്ള നക്ഷത്രങ്ങൾ, ലോകം, മിൽക്കി വേ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ പോകാമെന്ന് വെച്ചാൽ ബ്രെയിൻ വികസിച്ചാൽ പറ്റും. കുറച്ച് കാണാൻ പറ്റുന്നതല്ല, നമുക്ക് കിട്ടും. നമ്മുടെ മെഡിറ്റേഷനിൽ കിട്ടും, നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ പോകത്തെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഗുരുവിൽ ധ്യാനിക്കുമ്പോൾ എനിക്ക് വ്യാഴഗ്രഹത്തിന്റെ നല്ല റിഫ്ലക്ഷൻ കിട്ടും കൂടെ. എനിക്ക് കിട്ടും. ഞാൻ കള്ളം പറയല്ലോ. വ്യാഴം എന്ന് പറയുന്ന നമുക്ക് അപ്പോഴാണ് നമ്മുടെ ഡിവൈൻ ബ്രെയിൻ ഇങ്ങനെ വികസിച്ച് വരും. വ്യാഴം പ്രസന്നമാകും, വ്യാഴത്തിന്റെ അധിനിവേശത്തിൽ വരും. ഇപ്പൊ ഞാൻ അതവിടെ നിൽക്കട്ടെ. എന്റെ ഇപ്പൊ ഞാൻ ഭൂമിയിൽ ഇരിക്കുകയാണല്ലോ, ഭൂമിയിൽ നിന്ന് ഞാൻ പോകും. എനിക്കിപ്പം 78 വയസ്സുള്ള ഞാൻ പ്രയാഗ്രാജിലൊക്കെ ഒറ്റയ്ക്ക് പോയ ആളാണ്. ഞാൻ അവിടെ പരീക്ഷണാർത്ഥം പോയതാണ്. എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി എന്റെ എന്റെ ബാക്കില് പിൻഗാമികളില്ലേ ഈ ലോകത്ത്, നിങ്ങളുൾപ്പെടെ ഇല്ലേ, അവർക്കൊരു മാർഗദർശകം കാണണ്ടേ. അത് നിങ്ങൾ ആത്മാക്കളായിട്ടൊക്കെ നല്ലൊരു ബന്ധമുണ്ട്, ആത്മാവുണ്ടല്ലോ. നൈനം ചിന്തന്തി ശസ്ത്രേണ നൈനം ദഹതി ഭാവത. ഈ ഊർജ്ജമല്ലേ നമ്മളെല്ലാം ഈ മോഡേൺ സയൻസും പറയുന്നതല്ലേ. ബോധവും ഊർജ്ജമാണ് ഇത്. ഞാൻ അവരെ പിടിക്കാറില്ല. അത് വളരെ ദുരൂഹമായ സംഭവമായിരിക്കും. അത് ഞാൻ കണ്ടിട്ടുള്ള എന്റെ അച്ഛനൊക്കെ ഉള്ളതല്ലേ. പിന്നെ എന്റെ അച്ഛനുമായിട്ട് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റും. കണ്ണില്ലാതെ കാണാൻ, നാക്കില്ലാതെ സംസാരിക്കും. എന്റെ ഗുരുവായിട്ടും അങ്ങനല്ലേ സംസാരിക്കും. നമുക്കിങ്ങനെ നമുക്ക് തരുമോ സജഷൻസ്? വിളിക്കുമ്പോഴല്ല, നമുക്ക് ആവശ്യമുള്ളപ്പോ നമുക്ക് പറ്റും. ഇപ്പൊ എനിക്കുള്ളത് പറഞ്ഞതല്ല, നമ്മുടെ ഈ സമൂഹം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്താ, എല്ലാം നെഗറ്റീവ്സ് ആണ്. മരിച്ചു പോയവരും അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ്സിലാണ് നിൽക്കുന്നത്. ഈ സമൂഹത്തെ വേണ്ട നന്നാക്കാൻ എനിക്കൊരു പേടിയില്ല. ഞാൻ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ പ്രിമിസസിലാണ് താമസിക്കുന്നത്, ഒറ്റയ്ക്ക്. പിന്നെ 2020 തൊട്ട് ഞാൻ ഒറ്റയ്ക്കാ. തൊട്ടിപ്പുറത്ത് വീട് മകനും കൊടുത്തിട്ട് ഞാനിപ്പുറത്ത് ഒറ്റയ്ക്കാ കഴിയുന്നത്. എനിക്ക് ഒരു പേടിയില്ല. ഞാനെന്തിനു പേടിക്കുന്നു? ഞാൻ മരിക്കുന്നു, നീ മരിക്കുന്നു, നിന്റെ ആത്മാവിൽ എന്നെ എന്ത് ചെയ്യാനാണ്? എന്നെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ബലഹീനത കൊണ്ടാണ്. പക്ഷെ എന്ന് വെച്ചാൽ ശ്മശാനത്തിലൊന്നും പോകാറില്ല. ഭദ്രകാളിയുടെ മണ്ണിലല്ലേ ഇരിക്കുന്നത്. ഭദ്രകാളിയെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നാക്കൊക്കെ നീട്ടിയിട്ടുള്ളല്ല.
ഒരു മനുഷ്യക്കാലത്തിൽ അവർ വന്ന് ഇന്റർവ്യൂ തന്നെ എനിക്കെന്ന് വേണം പറയാൻ. തന്നിട്ടുണ്ട്. തന്നാൽ മാത്രമല്ല അനുഗ്രഹം തന്നു. അതിന് ശേഷമാണ് ഞാൻ അവരുടെ പ്രമിസസ് വീഡിയോ വെച്ച് താമസിക്കുന്നത്. പ്രേതം കണ്ടിട്ടുണ്ടോ അമ്മ? പ്രേതത്തെയും കണ്ടിട്ടുണ്ട്. യക്ഷി ഇതെല്ലാം ഉണ്ടേ. എനിക്ക് അറിയാൻ വേണ്ടി അറിയാൻ വേണ്ടിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രിൻസസിലേക്ക് അവിടെ യക്ഷിയുണ്ട്, കാവുണ്ട്. 6 ഏക്കർ കാവാണ്. ആ കാവിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ യക്ഷിയമ്മയ്ക്ക് 2 പനയുണ്ട്. അപ്പൊ മൂളലോടുകൂടി ഇവരുടെ സഞ്ചാരഭാഗത്തിൽ നമ്മൾ ചെന്ന് നിൽക്കണം. അവരുടെ യാമമുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, നട അടച്ചു കഴിഞ്ഞാൽ ദേവതകൾ ഇറങ്ങി നടക്കും. ദേവയാമം, പൈശാചിക യാമമുണ്ട്. പിന്നെ യോഗികളുടെ യാമമാണ് 3 മണിക്ക്. ഇപ്പൊ ഞങ്ങൾ യാമപൂജയ്ക്ക് ധ്യാനിക്കുന്നവരല്ലേ. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണ്, ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഉണ്ട്, പിന്നെ ഇല്ല കേൾക്കാതെയാണോ? സൂക്ഷ്മലോകം ഉണ്ട്, ലൈറ്റാണ്, ഇതെല്ലാം ലൈറ്റ് എനർജിയാണ്. രൂപത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെള്ളായം പോലെ കാണുന്നത്. പക്ഷെ ഈ അമ്മയായിട്ടുള്ള സംസർഗം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടി. അമ്മ പറഞ്ഞു 12 കൊല്ലത്തേക്ക് ഞാനൊരു കോടതി വരാതെ പോകണ്ടേ. 12 ഭദ്രാളിയമ്മ അച്ഛനും അച്ഛന്റെ ആൾക്കാരുമായിട്ട് 12 കൊല്ലം കേസ് പറഞ്ഞു. 12 കൊല്ലം കഴിഞ്ഞ അച്ഛൻ സമാധിയായിരുന്നു. അപ്പൊ അതെനിക്ക് വളരെ വിശ്വസനീയമായ ഒരു അനുഭവമാണ്. പിന്നെ അതുപോലെ ഞാൻ അവിടെ വീട് വെക്കും. അതിനുശേഷം ഈ അമ്മ തന്ന കൈനീട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ സൂക്ഷിച്ചു വെച്ച് 5 രൂപയുടെ നോട്ട് ഞാൻ കാശണി കുറെ കാര്യങ്ങൾ കിട്ടും. എല്ലാം അല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറിയിരിക്കും. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യത്തില്ല. അതെ, ഞാൻ എന്തിനു ഫോക്കസ് ചെയ്യുന്നു? എനിക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ നീ വന്നിട്ട് പറയുകയാണ് എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്ന അമ്മ, അങ്ങനെ ചാനലിൽ അങ്ങനെയാണ്, ഇല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ആ വിഷയം ഫോക്കസ് ചെയ്യും. അപ്പൊ എന്താണെന്ന് എനിക്ക് കിട്ടും. അപ്പൊ ഒരാളെ കാണുമ്പോൾ അറിയാൻ പറ്റുമോ? അടുത്ത് വരുമ്പോൾ അറിയാൻ പറ്റും എന്താണ് അവനുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഞാനും നീ ഒരാത്മാവല്ലേ, ഒരു ബോധമല്ലേ. നിന്റെ ബോധം ചുരുങ്ങിപ്പോയി. അല്ല, എന്റെ ദേഹത്ത് ഇപ്പൊ എന്തെങ്കിലും തൂങ്ങി ചത്തവന്റെ അവന്റെ ആത്മാവ് കൊണ്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് അടുത്ത് വരുമ്പോഴേ തന്നെ നമുക്ക് വൈബ്രേഷൻ നെഗറ്റീവ് അറിയാൻ പറ്റും. ഞാൻ അവിടെ ആരെയും കയറ്റത്തില്ല. ഇപ്പൊ ഞാൻ കഥ അടച്ച് അതിനകത്തിരിക്കും. ഇപ്പൊ ഈ ചാനലിൽ തന്നെ കണ്ടിട്ട് അങ്ങനെ തെള്ളി പിടിച്ച് കയറി വന്നാൽ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇനി ശിഷ്ടകാലം അമ്മയുടെ ഉദ്ദേശം ഇത് തന്നെയായിരിക്കും. എന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഈ സ്ത്രീ, നമ്മുടെ എല്ലാവരും, ഞാൻ ഒരു പരിവർത്തനം വരുത്തേണ്ടത് മതം കൊണ്ടോ പ്രഭാഷണം കൊണ്ടോ അല്ല. തോട്ട് ബേസ്ഡ് മനസ്സെന്ന് പറയുന്നത് നിനക്കും എനിക്ക് ഒരുപോലല്ലേ. അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. പണ്ടുണ്ടതും പാളയത്തുറിയെന്നും പറഞ്ഞു നടക്കുന്നെന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നു, ദരിദ്രനായിരുന്നു. ഇവിടെ ധനമുണ്ട്. എന്തായാലും അമ്മ ഇനി ശിഷ്ടകാലം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പിന്നെ അല്ലാതെ എങ്ങനെ പോകാന്? ഇപ്പൊ എനിക്ക് അറിയത്തില്ല, മിണ്ടാതാവുന്ന അവസ്ഥ വരുത്തുന്നവരെ മിണ്ടാ. ഇപ്പൊ ഞാനൊരു പുതിയ എന്തായാലും ദൈവത്തിന്റെ അവതാരമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ദൈവം ഏർപ്പെടുത്തിയ ഒരാള്, ദൈവം ഏർപ്പെടുത്തിയ നിയുക്ത ഗവർണർ എന്ന് പറഞ്ഞാൽ അവതാരം എന്നൊക്കെ പറയുന്ന വലിയ വാക്കുകളാണ്. പക്ഷെ എന്റെ ബാല്യത്തിൽ തൊട്ട് തന്നെ എനിക്ക് മനസ്സിലായി, സേവനം ചെയ്യാനും സ്നേഹിക്കാനും എല്ലാവരും ഒരുപോലെ കാണാനും ആ ഒരു മനസ്സ് എനിക്കുണ്ട്. എനിക്ക് ജാതി വ്യത്യാസമോ നിറ വ്യത്യാസമോ ഒന്നുമില്ല. അമ്മയുടെ ദൗത്യത്തോട് മുന്നോട്ട് പോട്ടെ. എന്റെ ദൗത്യത്തിന് നിങ്ങളുടെ എല്ലാ അനുഗ്രഹം വേണം. നിങ്ങളും വളരെ വാല്യുബിൾ ആണ്. പക്ഷെ ഇത് നിസ്സാര കാര്യമാണ് ബ്രോഡ്കാസ്റ്റിംഗ്. പണ്ടൊക്കെ നമ്മളൊരു ഫോൺ വിളിക്കണം, ഇപ്പൊ അതല്ല. നിങ്ങളൊക്കെ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത സ്ത്രീകൾക്ക് പോലും ഒരുപാട് പേര് അമ്മയെ തിരക്കി വരട്ടെ എന്ന് വിചാരിക്കുന്നു, ഒരു ആശ്വാസവാക്കിന് വേണ്ടി അല്ലേ? ആശ്വാസം കൊടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ ചിട്ടി പിടിക്കണോ അല്ലെ 3ാമത്തെ മോക്ക് എഞ്ചിനീയറിംഗ് കിട്ടണം അന്നൊന്നും പറഞ്ഞ ബുദ്ധിമുട്ടാണ്. വലിയ കാര്യത്തിന് മാത്രം വലിയ കാര്യത്തില്ല. പോവർട്ടി നിർമ്മാർജ്ജനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എന്ത് ചെയ്യണം, എനർജി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനൊക്കെ മാത്രം വരുമോ? അതിൽ ലൈഫ് സക്സസ് ആകാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ. ടാറ്റാ. ശരി അമ്മേ. ടാറ്റാ.